ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത 5 പച്ചക്കറികളെ പറ്റിയിട്ടാണ്. സാധാരണ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഇംപ്ലാന്റേഷൻ നടക്കാനും ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അതുപോലെ തന്നെ എല്ലാവരും ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് എന്ത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഭാഗമായിട്ടുള്ള ഒന്നാണ് പച്ചക്കറികൾ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ളൊരു സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് മുരിങ്ങാക്കോലാണ്. മുരിങ്ങാക്കോലും അതുപോലെ മുരിങ്ങയിലയും നമ്മൾ പ്രഗ്നൻ്റ് ആക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊണ്ടുവന്ന് തരുന്നവയാണ്. അതിനെപ്പറ്റി പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വീഡിയോ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ദി ചൂസ് വേൾഡ് ഡ്രം സ്റ്റിക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മുരിങ്ങാക്കോല് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ശരീരത്തിൽ ആൽഫ സിസ്റ്റോസ്റ്റെറോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺസിന്റെ പ്രവർത്തനം നടക്കാനും നിങ്ങളുടെ മസിൽസ് കൂടുതൽ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. യൂട്രസിന്റെ ലൈനിങ് എന്ന് പറയുന്നത് തിക്കണായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ കോൺട്രാക്ഷൻസ് ഒന്നുമില്ലാതെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകുന്നത്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോഴേക്കും അത് യൂട്രസിന്റെ മസിൽസ് ഒക്കെ ഒന്ന് അയയാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. ഇതിനൊരു അയച്ചിൽ വന്നു കഴിഞ്ഞാൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അത് സപ്പോർട്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണ് പ്രഗ്നൻസി ആകാത്തവർക്ക് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുരിങ്ങാക്കോല് കൂടുതലായിട്ടും കഴിക്കുന്നത് കേട്ടോ. ഒരു ദിവസം മുരിങ്ങാക്കോൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുമെന്നല്ല ഉദ്ദേശിച്ചത്. അതുപോലെ ഒരു പീസ് കഴിച്ചാലും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. കാരണം ചില ആളുകളുണ്ടല്ലോ, ഇപ്പോൾ രാവിലെ മുരിങ്ങാക്കോൽ കറി വയ്ക്കും, മുരിങ്ങാക്കോൽ ചിലപ്പോൾ എന്തെങ്കിലും ഒലത്തിയെടുക്കും. അതുപോലെ സാമ്പാറിൽ മുരിങ്ങാക്കോൽ, അവിയലിൽ മുരിങ്ങാക്കോൽ, അങ്ങനെ മുരിങ്ങാക്കോൽ ഇട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ലഞ്ച് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അടുത്തതാണ് പച്ചപ്പപ്പായ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും. പച്ചപ്പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിസ്കാരേജ് ഉണ്ടാകും, അതുകൊണ്ട് അത് കഴിക്കാനായിട്ട് പാടില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പപ്പായയിൽ ലാറ്റക്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു. സാധാരണ നമുക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത് നമ്മുടെ പീരിയഡ്സ് വരാൻ വേണ്ടിയിട്ടാണ്. യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടായിട്ട് എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ മൊത്തത്തിൽ ഷെഡായിട്ടാണ് നമുക്ക് പുറത്തേക്ക് വരാറ്. എന്നാൽ അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ലാറ്റക്സ് ശരീരത്തിൽ എത്തിയിട്ട് മസിൽസ് സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അത് കാരണമാകുന്നു. മുരിങ്ങാക്കോലിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നേരം ഒരു ഇച്ചിരി പാവക്കയുടെ ഉപ്പേരി കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മിസ്കാരേജ് ഉണ്ടാവില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ല. ചില ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് അവർ ഒരുപാട് കഴിക്കും, അത് ശരീരത്തിന് നല്ലതല്ല. പിന്നെ എല്ലാവരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മിസ്കാരേജ് ആകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുന്നവർക്കും അതുപോലെ ഓരോരുത്തരുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ വളരുന്നതിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ട് മെഡിസിൻസ് ഒക്കെ എടുത്ത് വളർന്നവർക്കും ഒക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉള്ളത് കേട്ടോ. മൂന്നാമതൊരു കാറ്റഗറിയിൽ വരുന്നത് പാവക്കയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പാവക്ക കഴിച്ചു കഴിഞ്ഞാൽ മിസ്കാരേജ് ആകുമോ എന്നതിനെ പറ്റിയിട്ട്. പാവക്ക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിസ്കാരേജ് ആവില്ല, പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാവാനായിട്ട് ഇത് കാരണമാകുന്നു. മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ കുറച്ച് പാവക്ക എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും പ്രഗ്നൻസി ടൈമിൽ. പക്ഷേ നമ്മൾ അളവിൽ കൂടുതലായിട്ട് പാവക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഷുഗറും അതുപോലെ തന്നെ BP-യെയും ഇത് അഫക്റ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് ചില ആളുകൾ പെട്ടെന്ന് BP കുറഞ്ഞ് താഴെ വീഴാനൊക്കെയുള്ള സിറ്റുവേഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പോൾ പാവക്ക നമ്മൾ കൂടുതൽ കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവക്കയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പാവക്ക ചാറായിട്ട് വെക്കുമ്പോഴേക്കും ചാറേറിയായിട്ട് വെക്കുമ്പോൾ അത് കൂടുതൽ കഴിക്കുന്നവരുണ്ട്. അതുപോലെ പാവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടല്ലോ, അത് കൂടുതൽ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ചില ആളുകൾ BP ഭയങ്കരമായിട്ട് ലോ ആയിട്ട് തളർന്നു പോകും. ആ ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ കാരണമാകും. അത് പ്രഗ്നൻസി സമയത്ത് നമുക്ക് ശരീരത്തിൽ നല്ലതല്ല, BP കുറവ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അതുകൊണ്ട് പാവക്കയും ഒരുപാട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക. ഓവറായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ എന്തെങ്കിലും സ്തംഭനമോ അസ്വസ്ഥതയോ ഒക്കെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക. ഇപ്പോൾ പയറുവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലും അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക.
ചില ആളുകൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും പ്രിക്വേഷൻസ് എടുക്കുന്നതോ നിങ്ങൾക്ക് ആ ഒരു ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അതല്ലാതെ ആ ഒരു പ്രിക്വേഷൻസ് ഒന്നും എടുക്കാതെ ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. നമ്മളുടെ ശരീരത്തിൽ ഓൾറെഡി പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഡൈജഷൻ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയറിലും അസ്വസ്ഥത ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇത് ഒന്നും കൂടി വേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ വഴുതനങ്ങ ആ ഒരു ഉരുളൻ ടൈപ്പിലുള്ളതാണെങ്കിലും നേരെയുള്ള വഴുതനങ്ങയാണെങ്കിലും നിങ്ങൾ അധികം എടുക്കാനായിട്ട് പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം പ്രകാരം ഇതിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ ഹോർമോൺസ് നമ്മുടെ PMS അതായത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ സഹായിക്കുന്നതാണ്. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പീരിയഡ്സ് ഉണ്ടാവാനായിട്ട് അത് സഹായിക്കുന്നു. വഴുതനങ്ങയിൽ ഒരു ഡൈന്യൂട്രിക് ആസിഡായി പ്രവർത്തിച്ച് പീരിയഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തും കൂടുതലായിട്ട് വഴുതനങ്ങ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പീരിയഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾ ഈ പച്ചക്കറികൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ അസിഡിറ്റി വർദ്ധിപ്പിക്കാനും ഡൈജഷൻ സ്ലോ ആകാനായിട്ടും ഇത് കാരണമാകുന്നു. അതുകൊണ്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. ചില ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും ചില പച്ചക്കറികൾ കഴിക്കാനായിട്ട് ഒരു ക്രാവിങ്സ് ഉണ്ടാകും, അതായത് ഒരു കൊതി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മാത്രം കഴിക്കുക. കൂടുതൽ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ആർക്കും മിസ്കാരേജ് ഉണ്ടാവും എന്ന് നമുക്ക് കൺഫേം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ചില ആളുകളുടെ ശരീരപ്രകൃതി ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നവരാണെങ്കിൽ ഫെർട്ടിലിറ്റി മെഡിസിൻസ് എന്തെങ്കിലും എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടിപ്സ് ഫോളോ ചെയ്തിട്ടോ ഒക്കെയാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഫെർട്ടിലിറ്റി കറക്റ്റ് ആയതുകൊണ്ട് അവരിതൊക്കെ എടുത്താലും പ്രഗ്നൻ്റ് ആയിക്കോളും, അതിൽ പ്രശ്നമില്ല. പക്ഷേ എല്ലാവരുടെയും ശരീരപ്രകൃതി പല തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നത് അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓരോ മാസവും ഈ ദിവസം പീരീഡ് ആയി എന്ന് നിങ്ങൾ പറയേണ്ട. അതായത് ജനുവരിയിൽ 6, ഫെബ്രുവരിയിൽ 4 അങ്ങനെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട. സൈക്കിൾ ലെങ്ത് ജനുവരി 6ഉം ഫെബ്രുവരി 4ഉം തമ്മിൽ എത്ര ദിവസത്തെ ഡിഫറൻസ് ആണോ വരുന്നത് അതിനെ നിങ്ങൾ എടുത്തിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.